വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും വൾഗറായിട്ടോ എന്തെങ്കിലും ബാഡായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? ഈ ഒരു വ്യക്തിക്ക് മാത്രം എന്താ ഇങ്ങനെ തോന്നിയെന്ന് എനിക്ക് അറിയില്ല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ആദ്യം വിചാരിച്ചു ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ചെയ്തുകൂടാ. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്ന ഇനിയും ഇതുപോലത്തുള്ള കമൻസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ഏതാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം അത് കണ്ടുവരൂ. എങ്ങനെ വേണം ഹെയർ കട്ട്? ലെയർ ലോങ് ലെയർ. ഇത് താഴോട്ട് നല്ല രീതിയിൽ വോളിയം കുറവാണ്. നമുക്ക് ബോട്ടം ലെയർ കൊടുക്കാം. ഒരുപാട് മുകളിലോട്ടുണ്ടെന്ന് വീണ്ടും ലെങ്ത് വോളിയം കുറയും. ലെങ്ത് ഉള്ളതുകൊണ്ട് പിന്നെയും വോളിയം കുറയും. ലെങ്തും കുറയ്ക്കണ്ടല്ലോ. അപ്പോൾ മാക്സിമം ലെങ്ത് കുറയ്ക്കാതെ കിട്ടാം. മാക്സിമം ലെങ്ത് കുറയ്ക്കാതെ കിട്ടണം എല്ലാവരുടെയും ആവശ്യം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ലെയർ കട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. കുറച്ച് ഓയിൽ കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റായി. ഇത്രയും ഓയിൽ ഹെയറിൽ യൂസ് ചെയ്യരുത് കേട്ടോ. ഹെയർ ഡ്രൈനസ് കൂടെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും വൾഗറായിട്ടോ എന്തെങ്കിലും ബാഡായിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് പക്ഷെ കണ്ടിട്ടൊന്നും തോന്നില്ല. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനും ഈ വീഡിയോ ചെയ്തത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് മാത്രം എന്താ ഇങ്ങനെ തോന്നിയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആ വ്യക്തി എന്താണെന്ന് ബാഡ് കമൻറ്റ് ഇട്ടേന്ന് പറയാം. ബാഡ് കമൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആളുടെ മൈൻഡിൽ അത് ചിലപ്പോൾ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, പക്ഷേ എനിക്കത് തമാശയാക്കി എടുക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വരാറുണ്ട്. മെയിനായിട്ടും നമ്മുടെ ഷോർട്സിലോ അല്ലെങ്കിൽ വീഡിയോസിലല്ല നെഗറ്റീവ് കമൻറ്റ് വരുന്നത്, ലൈവിലാണ് നെഗറ്റീവ് കമൻറ്റ് വരുന്നത്. അത് ഏതൊരു ലൈവ് ചെയ്യുന്ന വ്യക്തി ആയിരുന്നാലും ഒരു നെഗറ്റീവ് കമൻറ്റെങ്കിലും വരും. അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യുന്ന എൻ്റെ മോഡറേറ്ററാണ് ഡീൽ ചെയ്യുന്നത്. ഞാൻ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും കാണുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് എൻ്റെ ഇതിൽ വരുന്നത്. അതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ് എന്താണെന്ന് വായിച്ചു തരാം. പാവം ചേട്ടൻ ഗൾഫിൽ ഇതൊന്നും അറിയാതെ മാട് പോലെ പണിയെടുക്കുന്നു എന്നാണ് ആ വ്യക്തി ഇതിൽ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. പേര് വന്നിട്ട് ഇതിൽ കാണിക്കുന്നത് സഞ്ജു ആണ്, അല്ലാതെ ID നെയിം KL01 ബോയ് ആണ് കേട്ടോ. അപ്പോൾ ആൾ എന്താണ് ഈ വീഡിയോയിൽ എനിക്ക് ബാഡായിട്ട് അല്ലെങ്കിൽ വൾഗറായിട്ട് കണ്ടത്, എൻ്റെ ഫാമിലിയെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഹസ്സിനെ പറയാൻ വേണ്ടിയിട്ട് എന്താണ് ഈ വീഡിയോയിലുള്ളതെന്ന് എനിക്കറിയില്ല, സത്യത്തെ അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് തോന്നിയോ? ഞാൻ സത്യം പറഞ്ഞ ഒരു കമൻസും ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല. എനിക്ക് കുറേ വരുന്നുണ്ട് കമൻസ്, നെഗറ്റീവൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതുവരെയായിട്ട് ഒരു റിയാക്ട് ചെയ്തില്ല. എന്നെ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ എൻ്റെ ഹസ്സിനെയോ എൻ്റെ ഫാമിലിയോ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തുള്ള മോശമായിട്ട് ഉള്ള കമൻറ്റ് ഇടരുത്. അത് എനിക്ക് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത് പാവം ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത് ഗൾഫിൽ ഇതൊന്നും അറിയാതെ മാട് പോലെ പണിയെടുക്കുന്നു. അയ്യോ, എൻ്റെ ചേട്ടൻ പണിയെടുത്താൽ മാത്രമേ നമുക്ക് അന്നം കഴിക്കാൻ പറ്റൂ. അല്ലാതെ ചേട്ടൻ കൊണ്ടുവന്ന് ചേട്ടൻ എന്നല്ല, ആ വ്യക്തി എന്ന് തന്നെ ഞാൻ വിളിക്കാം, ഈ KL0 ബോയ് വന്ന് നമുക്ക് പൈസ തരുമോ? നമുക്ക് കഴിക്കാനോ നമ്മുടെ വസ്ത്രത്തിനോ നമ്മുടെ ആവശ്യത്തിനോ ഇയാൾ വന്ന് പൈസ തരുമോ? അപ്പം എൻ്റെ ചേട്ടൻ പണിയെടുത്താൽ മാത്രമേ നമുക്ക് കഴിക്കാനും എല്ലാത്തിനുള്ള പൈസ കിട്ടൂ. അത് എൻ്റെ ചേട്ടനല്ല, എല്ലാവരും അങ്ങനെ, എല്ലാവരുടെ ഫാമിലിയിൽ അങ്ങനെയാണ്. കഷ്ടപ്പെട്ട് ജോലി എടുത്താൽ മാത്രമേ പൈസ കിട്ടൂ. അല്ലാതെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ആരും നമുക്കിങ്ങനെ ഇന്ന് ആ പൈസ പിടിച്ചോ എന്ന് പറഞ്ഞ് ആരും കൊണ്ടുതരില്ല. ചിലപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും, ചേട്ടൻ മിണ്ടാതെ ഇരുന്ന് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ചിലപ്പോൾ ചേട്ടൻ്റെ അച്ഛനായിരിക്കും ഇതുപോലെ പണി ചെയ്ത് കൊണ്ട് തരുന്നത്. അപ്പോൾ ചേട്ടന് ഇതിൻ്റെ വില അറിയില്ലായിരിക്കും.
ഇപ്പോൾ ഗൾഫിലല്ല നാട്ടിലായിരുന്നാൽ പോലും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് അവൻ്റെ കുടുംബം പോറ്റി പോകുന്നത്. അത് ആദ്യം ചേട്ടനും മനസ്സിലാക്കണം കേട്ടോ. ഇപ്പം നമ്മളെ പോലെ യൂട്യൂബേഴ്സ് ആയിരുന്നാലും അതിൻ്റെ ഒരേ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് വിചാരം എന്ന് വെച്ചാൽ എന്താ, വെറുതെ ഇന്ന് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിച്ചാൽ പോരെ, വേറെ പണിയൊന്നുമില്ലെന്ന്. നമുക്കും ഇതിൻ്റെ പിറകിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ പണികളും എല്ലാം തീർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും. നിങ്ങളൊരു യൂട്യൂബർ ആയാൽ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഏതായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ മാക്സിമം പറയുന്നത് ഇങ്ങനെ നമ്മളെ യൂട്യൂബേഴ്സിന് എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ അവരുടെയൊക്കെ ഫാമിലിയിൽ എന്തിനാണ് നിങ്ങൾ ഫാമിലിയെ തൊട്ട് കളിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. പിന്നെയുള്ള കാര്യം, ഇത് ഹെയർ കട്ടിനാണല്ലോ ഷോർട്ടിൽ നെഗറ്റീവ് വന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, എന്നെയും അല്ലാതെ എൻ്റെ ഹെയറിനെയും ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അവർ എൻ്റെ മുടി ഇങ്ങനെ കട്ട് ചെയ്തതിന് കുറേ പേര് ഇങ്ങനെ എന്താ അവരുടെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അയ്യോ മുടി വെട്ടണ്ടായിരുന്നു, നല്ല മുടിയായിരുന്നു എന്നൊക്കെ അവർ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്നേഹം നമുക്ക് തിരിച്ചറിയാം. അവർ മുടി വെട്ടേൻ്റെ ദേഷ്യമൊക്കെ ഇങ്ങനെ സ്റ്റിക്കർ പോലെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും, അയ്യോ എൻ്റെ മുടി വെട്ടിയോണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞതെന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അയ്യോ മുടി വെട്ടണ്ടായിരുന്നു ഇത്രയും. അതൊന്നും എനിക്ക് ഒരു മാറ്ററില്ല. എന്നെ ഈ KL0 ബോയ് അല്ല ഒഴിച്ച് നിൽക്കുക, ബാക്കി എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള എനിക്ക് എഫക്റ്റ് ചെയ്യാൻ കാരണം ഈ KL0 ബോയ് എൻ്റെ ലൈവിലും വന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം ഇപ്പോൾ ഒരാഴ്ച എന്തോ ആയിട്ടുള്ളൂ, 2-3 ദിവസം വന്നിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്കറിയാവുന്നുള്ളൊരു കുട്ടിയുടെ ലൈവിൽ നിന്നാണ് വന്നത് കേട്ടോ. ഇങ്ങോട്ട് തന്നെ വന്ന് ചോദിച്ചു, ഈ വ്യക്തിയുടെ നാത്തൂനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതെ. എന്നിട്ട് ഇടുന്ന മെസ്സേജ് ആണെങ്കിലോ ബ്യൂട്ടിഫുൾ ഇങ്ങനെ ഉമ്മയുടെ സ്റ്റിക്കർ അതൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഇയാളൊന്ന് ആദ്യം വിചാരിക്കുക, ഇയാൾ നല്ല വ്യക്തിയാണോ? ആദ്യം ഇയാളുടെ മിസ്റ്റേക്ക് എല്ലാം തിരുത്തിയിട്ട് മറ്റുള്ളവരെ നെഗറ്റീവ് കമൻറ്റ് ചെയ്യാൻ വരിക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇയാൾ കെട്ടിയതായിരിക്കും, ചിലപ്പോൾ കെട്ടാതായിരിക്കും. എന്നാലും മറ്റുള്ള പെണ്ണുങ്ങളെടുത്ത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഒന്നും പറയുന്നത് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഉമ്മയുടെ സിമ്പലൊക്കെ അയക്കുന്നുണ്ട്, അതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇയാൾ നല്ലൊരു വ്യക്തിയാണോ നിങ്ങൾ ആദ്യം ചിന്തിച്ച് നോക്കുക. പിന്നെ മുടി വെട്ടിയതിന് എൻ്റെ ഫാമിലിക്കോ അല്ലെങ്കിൽ എൻ്റെ ഹസ്സിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇയാൾക്ക് എന്താണ് കുഴപ്പം പറയൂ. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയ്യോ മുടി വെട്ടണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എൻ്റെ മുടിയോടുള്ള ദേഷ്യം വേണമെങ്കിൽ ദേഷ്യമായിട്ടാണോ എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല. ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് വിചാരിക്കുള്ളൂ. അല്ലാതെ ഇതിൽ കുറേ പേരുണ്ട് കേട്ടോ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത്, എന്നെ ഇഷ്ടപ്പെട്ടിട്ട് അപ്പോൾ മുടി വെട്ടിയപ്പോൾ അവരങ്ങനെ കമൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് അയ്യോ അവരെന്നെ ഇത്രയും കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് എനിക്ക് കരുതിയത്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയും പെങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവനും ഇതുപോലെ മുടി വെട്ടില്ലേ? ചിലപ്പോൾ മുടി വെട്ടില്ലായിരിക്കും, കാരണം അവർക്ക് മുടിയില്ലായിരിക്കും. മുടി ഉണ്ടെങ്കിലല്ലേ മുടി വെട്ടാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ കൊണസ്റ്റുകൾ ആ വീട്ടിൽ കാണും. അപ്പോൾ ഇതുപോലെ ഒന്നും വെട്ടാൻ പറ്റില്ല. എനിക്ക് അത്രത്തോളം വിഷമമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെയായിട്ടും ഒരു ഷോർട്ടിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോയിലോ എൻ്റെ ഹസ്സിനെയോ എൻ്റെ ഫാമിലിയോ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു, ചിലപ്പോൾ എൻ്റെ ലൈവിൽ വരുമായിരിക്കാം. ഇതൊന്നും ഞാൻ ലൈവിൽ വന്നാലും ഞാനൊന്നും കാണുന്നില്ല. എൻ്റെ എത്രയ്ക്കും എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന എനിക്ക് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ കാണിക്കുന്നില്ല. ചിലപ്പോൾ ഈ വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ആൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും ഈ വീഡിയോ കണ്ടിട്ട്. നിങ്ങൾക്ക് ദേഷ്യം വന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റ് മറ്റുള്ളവരെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു നിങ്ങളും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യേണ്ടി വന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ അച്ഛൻ ഇതുപോലെ പെങ്ങൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ വില കൊടുക്കാത്ത ഒരു വ്യക്തിയോ ആയിരിക്കാം. നിങ്ങൾക്ക് ഈ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഫീൽ വരാതിരിക്കില്ല. അതുപോലെ തന്നെയാണ് എനിക്കും ഫീൽ ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ ലൈവ് എനിക്ക് മെയിനായിട്ട് എനിക്ക് സങ്കടം വന്നത്, എൻ്റെ ലൈവിൽ വന്നിട്ട് ആള് 2-3 ദിവസം എന്താ വന്നിട്ടുള്ളൂ, പക്ഷെ ആള് നല്ല രീതിയിലൊക്കെ കുഴപ്പമില്ല, നല്ല ഇതിലൊക്കെ പോകുന്നത്, കാണാൻ നല്ല കൊള്ളാം, മറ്റേ ഞാൻ പറഞ്ഞില്ലേ നാത്തുനെയും കാട്ടി കാണാൻ കൊള്ളാം ഇയാൾ എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കും. ചിലപ്പോൾ അവളുടെ ഇതിൽ പോയിട്ട് തിരിച്ചായിരിക്കും പറയുന്നത്, എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല.
അങ്ങനെ നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എനിക്ക് ഇടണമെന്ന് തോന്നി. അല്ലെങ്കിൽ ഇതുപോലെ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവ് അടിക്കാൻ, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഗൈസ്, എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എനിക്ക് നോ പ്രോബ്ലം. പക്ഷേ എൻ്റെ ഫാമിലിയെ കുറിച്ച് ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് എനിക്ക് പിന്നെ ഇതുപോലെ റിയാക്ഷൻ വീഡിയോകളൊക്കെ ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ വ്യക്തിയോട് എനിക്ക് എന്തോ വ്യക്തിപരമായിട്ടുള്ള ദേഷ്യമുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഇപ്പോഴും നെഗറ്റീവ് കമൻ്റ് ഒക്കെ വരുന്നുണ്ട് എന്നെക്കുറിച്ച്. പക്ഷെ എനിക്ക് അതൊന്നും എഫക്റ്റ് ചെയ്യാത്ത ഈ കാരണം എൻ്റെ ഫാമിലി ആരും ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല എൻ്റെ ഷോർട്ടിലോ ലോങ് വീഡിയോയിലോ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ആൾ കോമഡി രീതിയിലായിരിക്കും ആൾ ഉദ്ദേശിച്ചത്, ചുമ്മാ ഫണ്ണായിട്ടായിരിക്കും മെസ്സേജ് അയച്ചത്. പക്ഷേ എനിക്ക് എന്തോ അത് ഒരു എന്താ ഇൻസൾട്ട് പോലെ, എന്തോ ഫീല് പോലെയൊക്കെ ആയി. അതാ. അപ്പോൾ മാക്സിമം ഇതുപോലത്തെ നെഗറ്റീവ് കമൻറ്റ് അയക്കരുത് പ്ലീസ്. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. എനിക്കിത് പറയണം തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ശരി, ബൈ.